നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് തിങ്കളാഴ്ച തന്നെയാകാം കേട്ടോ. നാരായണീയ പാരായണം നമ്മൾ ഒരുമിച്ചിരുന്ന് നാരായണീയം വായിക്കില്ലേ. നമ്മളിപ്പോൾ മൂന്നാമത്തെ ദശകം 4 ശ്ലോകങ്ങൾ വായിച്ചു. അതിൽ 4ാമത്തെ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ എവിടെ വരെയാണ് പറഞ്ഞത്. ഈ ദശകത്തിൽ ഭക്തകവി എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ, എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് നീങ്ങുന്നത്. 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നാരദാദി മുനിജനം നാരായണ സ്മരണയാൽ. നാരദ മഹർഷി എപ്പോഴും തൻ്റെ വീണയായ മഹതി മീട്ടിക്കൊണ്ട് നാരായണ 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 എന്ന് പറഞ്ഞ ത്രിലോകങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭക്തി ധാരാളമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. നാരദാദി മുനിജനം നാരായണ സ്മരണയാൽ നാമസങ്കീർത്തനം ചെയ്തു നടന്നിടുന്നു. അദ്ദേഹം ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ട് നടക്കുകയാണ്. മേലോട്ടും കീഴോട്ട് ഈ 14 ലോകങ്ങളും ത്രിലോകങ്ങളും എല്ലാം തന്നെ. ബ്രഹ്മാനന്ദരസം നേടാൻ നാമജപം മാത്രം മതി. നാമജപം മാത്രം മതി. എന്തിന്? ബ്രഹ്മാനന്ദരസം നേടണമെങ്കിൽ എന്ന സത്യം അറിയുവാൻ മറ്റെന്തു വേണം? ബ്രഹ്മാനന്ദരസത്തിന് നാമജപം മാത്രം മതി എന്ന സത്യം അറിയുവാൻ ഇനി ഒന്നും വേണ്ട. ഈ നാരദ മഹർഷിയുടെ കഥ തന്നെ ധാരാളം. ഇനി നമ്മൾ 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. 5ാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. ഭവദ്ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേ അശേഷക്ലേശൗകം ന ഖലു ഹൃദി സന്ദേഹഗണിക ലക്ഷിത്യാസസ്യോക്തിസ്തവ വചനം നൈഗമവചോ ദേവൻ മിഥ്യാരിഥ്യ പുരുഷവചനപ്രായമഖിലം. എന്താണ് ഇതിൽ പറയുന്നത്? മമ ഭവദ്ഭക്തി സ്പീതാ ഭവതു. അതായത് ഭവദ്ഭക്തി സ്പീതാ ഭവതു മമ. മമ ഭവദ്ഭക്തി സ്പീതാ ഭവതു. എനിക്ക് നിന്തിരുവടിയിലുള്ള ഭവദ്ഭക്തി, അങ്ങയിലുള്ള ഭക്തി വർദ്ധിച്ചു വരേണമേ. അതാണ് കവിയുടെ പ്രാർത്ഥന. സ ഏവ അശ്ലേഷക്ലേശൗകം പ്രശമയേത്. അത് തന്നെ എല്ലാ സങ്കടങ്ങളും പ്രശമയം എന്നുവെച്ചാൽ എല്ലാ സങ്കടങ്ങളെയും അശേഷ ക്ലേശൗകം ഒട്ടും തന്നെ ബാക്കി വയ്ക്കാതെ ക്ലേശം മുഴുവൻ പരിഹരിക്കും. എന്നുവെച്ചാൽ സങ്കടമൊക്കെ അങ്ങോട്ട് തീരും. ഹൃദി സന്ദേഹ കണിക നാഖലു. മനസ്സിൽ തെല്ലുപോലും സംശയം ഉണ്ടാവില്ല. സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം. മനസ്സിൽ ഒട്ടും സംശയം വേണ്ട. ദുഃഖം മുഴുവനായിട്ട് പോകും. അത് ഉറപ്പിച്ചോളൂ, വിശ്വസിച്ചോളൂ. ചേത് വ്യാസസ്യ ഉക്തി അവവചനം നൈഗമവച നച്ച അഖിലം. അതായത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, എങ്ങനെ? മനസ്സിൽ ഭക്തി നിറഞ്ഞില്ലെങ്കിൽ, അവിടെ ഇപ്പോഴും വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ ബാക്കി വരികയാണെങ്കിൽ, വ്യാസൻ്റെ വാക്കും അവിടത്തെ വാക്കും വേദങ്ങളിലെ വാക്കും ഇത് മൂന്നും അങ്ങയുടെ വാക്കാണ്. നാമജപം കൊണ്ട് സങ്കടമൊക്കെ തീരുന്നത്. വേദങ്ങളിൽ പറയുന്നതും ഇത് തന്നെയാണ്. പിന്നെയോ വ്യാസമഹർഷി പറയുന്നതും നാമജപത്താലാണ് നമുക്ക് സങ്കടങ്ങൾ തീരുക, ദുരിതങ്ങൾ തീരുക എന്നാണ്. ഈ 3 പേരുടെ, അങ്ങയുടെ വാക്ക്, വ്യാസൻ്റെ വാക്ക്, വേദങ്ങളിലെ വാക്ക്, ഇതൊക്കെ യാതൊരു ആ വാക്കിനൊന്നും ഒരു വ്യവസ്ഥയില്ലാതാകും. അതിനൊക്കെ വ്യവസ്ഥയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ, അതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നാമജപം കൊണ്ട് അങ്ങയുടെ മനസ്സിൽ ഭക്തി നിറയും. രത്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത്. തെണ്ടി നടക്കുന്നവരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരും. രത്യാപുരുഷവചനം, അതായത് വെറുതെ ഇങ്ങനെ വല്ലതുമൊക്കെ പറഞ്ഞ വളവളാന്ന് വല്ലതും പറഞ്ഞ കാര്യം മാത്രം പ്രസക്തമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണം. ചുമ്മാ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ വാക്ക് പോലെയാവും വ്യാസൻ്റെ വാക്ക്, അങ്ങയുടെ വാക്ക്, വേദങ്ങളുടെ വാക്ക്.
അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് നാമജപത്താൽ തീർച്ചയായിട്ടും സങ്കടങ്ങൾ തീരുക തന്നെ ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ആ ശ്ലോകം വായിക്കാം. ഭവത് ഭക്തി, അങ്ങയോടുള്ള ഭക്തി, സ്പീതാ ഭവതു മമ സൈവ പ്രശമയേ തക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹ കണിക. ഒട്ടും സന്ദേഹം വേണ്ട. നച്ചേദ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. ഈ അലവലാദികളായിട്ടൊക്കെ നടക്കുന്നവരുടെ വാക്കുപോലെയായിട്ട് വ്യാസൻ്റെ വാക്കോ വേദത്തിൻ്റെ വാക്കോ ഭഗവാന്റെ വാക്കോ മാറുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെയൊക്കെ വാക്ക് തീർച്ചയായിട്ടും സത്യമായിരിക്കും. നാമജപത്താൽ ഭക്തി വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പരിഭാഷയൊന്ന് നോക്കൂ. അടിയനു ഭവാനിലെ ഭക്തി വർദ്ധിച്ചിട വേണം. അടിയനു ഭവാനിലെ ഭക്തി വർദ്ധിച്ചിട വേണം. അതു തന്നെ സങ്കടങ്ങൾ തീർത്തിടും നൂനം. അങ്ങയിലുള്ള ഭക്തി വർദ്ധിച്ചാൽ, നാമജപത്താൽ വർദ്ധിച്ചാൽ തന്നെ എൻ്റെ സങ്കടങ്ങളൊക്കെ തീരും. അല്ലെങ്കിലോ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ, വേദവാണി, വേദവാണിച്ച വേദൻ്റെ വാക്കുകളും, ഭവൽവാണി അങ്ങയുടെ വാക്കുകളും, വ്യാസോക്തിയും, വ്യാസോക്തി വ്യാസൻ്റെ വ്യാസമഹർഷിയുടെ വാക്കുകളും അസത്യമായി തീരുമല്ലോ കായാമ്പൂവർണ്ണ. കായാമ്പൂവർണ്ണ ഇവരുടെയൊക്കെ വാക്കുകൾ അസത്യമായി വരും. അതൊരിക്കലും സംഭവിക്കില്ല. ഭഗവത് ഭക്തി കൊണ്ട് എൻ്റെ സങ്കടങ്ങൾ തീരുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക്, 6ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാദ് ഭവദ്ഭക്തി കിമപ്യാരൂഢാ ചേതഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഭവദ്ഭക്തിസ്താവത്, ഭവദ്ഭക്തി താവത് തുദ്ഗുണരസാദ് പ്രമുഖ മധുര. നിന്തിരുവടിയിലുള്ള ഭക്തി, ഭഗവാനിലുള്ള ഭക്തി, അവിടത്തെ ഗുണങ്ങളുടെ മാധുര്യ, ഗുണരസാദ് അങ്ങയുടെ മഹിമ കൊണ്ടുള്ള മാധുര്യം കൊണ്ടുള്ള പ്രമുഖ ആ മാധുര്യത്താൽ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടാണ്. അങ്ങയോടുള്ള നിന്തിരുവടിയിലുള്ള ഭക്തി തുടക്കത്തിൽ തന്നെ മധുരമാണ്. കിമപി ആരൂഢാചേത് അഖില പരിതാപ പ്രശമനി. കുറച്ച് വളർന്നുവെങ്കിൽ, കിമപി ആരൂഢാച്ച് കുറച്ച് വളർന്നുവെങ്കിൽ, അഖില പരിതാപ പ്രശമനി ദുഃഖങ്ങളെയൊക്കെ അത് നിശേഷം ഇല്ലാതാക്കും. ഇനിയിപ്പോൾ ഒരുപാട് വളരും പറ്റ വേണ്ട ഭക്തി, കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ മതി. കുറച്ചങ്ങോട്ട് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സങ്കടങ്ങളെല്ലാം തീരുന്നതാണ്. പുന അന്തേച്ച സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി. പിന്നെ അവസാനത്തിലാകട്ടെ ഭക്തി അങ്ങനെ വർദ്ധിച്ച് വന്ന് ഒടുക്കം കുറേ അങ്ങോട്ട് എത്തുമ്പോഴോ മനസ്സിൽ തെളിഞ്ഞു വരും. എന്ത്? ജ്ഞാനോദയത്തോട് ചേർന്ന പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രദാനം ചെയ്യും. ഭക്തി വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സിൽ ആനന്ദവും വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ സങ്കടങ്ങൾ മാറും. സങ്കടങ്ങൾ മാറുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷത്തോടു കൂടി നമ്മൾ നാമം ജപിക്കാനും കീർത്തനങ്ങൾ പാടാനും കഥകൾ കേൾക്കാനും ഒക്കെ തുടങ്ങും. അപ്പം നമ്മുടെ ഭക്തി കുറേ കൂടെ വർദ്ധിക്കും. അപ്പം നമുക്ക് മാധുര്യകരമായ ഭഗവാന്റെ മധുരതരമായ കാര്യങ്ങൾ, ഗുണഗണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഭക്തി കൂടുതൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അത അപരം കിം പ്രാർത്ഥ്യം. ഇതല്ലേ അതേ കണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഈ നാമം ജപിക്കുന്നത് കൊണ്ടും ഭഗവത് കഥ കേൾക്കുന്നതുകൊണ്ടും കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നതുകൊണ്ടും നമുക്ക് ഭഗവാനിലുള്ള ഭക്തി വർദ്ധിക്കുകയല്ലാണ്ട് വേറെ എന്ത് കാര്യമാണ് വേണ്ടേ?
ഒരു കാര്യം വേണ്ട. ജീവിതത്തിൽ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും വേണ്ട, ആർക്കും ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം ഭക്തി വർദ്ധിക്കണം. ഭക്തി വർദ്ധിച്ച് നമ്മൾക്ക് മോക്ഷം ലഭിക്കണം. മോക്ഷം ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും, പരമമായ ലക്ഷ്യം മോക്ഷം ലഭിക്കലാണ്. ഇതിൽ ഭക്തർക്ക് പരിപൂർണ ഫലം വരികയും ചെയ്യും. ഇനി ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഒന്ന് വായിക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയറായിട്ട് വ്യക്തമായിട്ട് വരുന്നതായിരിക്കും. അങ്ങയിലെനിക്കു ഭക്തി മധുരമായി തുടങ്ങുന്നു. ഭഗവാനെ, എനിക്ക് അങ്ങയോടുള്ള ഭക്തി വളരെ മധുരമായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. വളരുമ്പോൾ ക്ലേശങ്ങളെ ശമിപ്പിക്കുന്നു. ഭക്തി വളരുമ്പോൾ എൻ്റെ ക്ലേശങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ മനോവ്യതകൾ ഒക്കെ അങ്ങോട്ട് ശമിക്കുന്നു. അന്ത്യകാലേ പരബ്രഹ്മ സിദ്ധിയെയും നൽകിയിടുന്നു. അവസാന കാലത്ത് എൻ്റെ പരബ്രഹ്മസിദ്ധി എനിക്ക് ലഭിക്കുന്നു. മറ്റെന്തു ഞാൻ ആഗ്രഹിക്കും കായാമ്പൂവർണ്ണ. വേറെ എനിക്ക് എന്താ ആഗ്രഹിക്കാനുള്ളത്? എനിക്ക് അന്ത്യകാലത്ത് അങ്ങയുടെ അടുത്ത്, അങ്ങയുടെ പാദങ്ങളിൽ വന്ന് ചേരണേ, വൈകുണ്ഠത്തിലെത്തണേ, എനിക്ക് മുക്തി ലഭിക്കണേ എന്നതിൽ കവിഞ്ഞ് വേറെ ഒരാവശ്യവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല. അത് തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങയിലെനിക്കു ഭക്തി മധുരമായി തുടങ്ങുന്നു. വളരുമ്പോൾ ക്ലേശങ്ങളെ ശമിപ്പിക്കുന്നു. അന്ത്യകാലേ പരബ്രഹ്മ സിദ്ധിയെയും നൽകിയിടുന്നു. മറ്റെന്തു ഞാൻ ആഗ്രഹിക്കും കായാമ്പൂവർണ്ണ. കായാമ്പൂവർണ്ണ, എനിക്ക് ഭക്തി വർദ്ധിക്കണേ, മുക്തി ലഭിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റ് ഒന്നും തന്നെ ഇല്ല. അടുത്ത ശ്ലോകം. വിധൂയ ക്ലേശാൻ മേ കുരുചരണയുഗ്മം ധൃതരസം ഭഗവത്ക്ഷേത്രപ്രാപ്തോ കരമഭിചതേ പുഞ്ജനവിദോ ഭവന്മൂർത്യാലോകേ നയന മദതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിതേ ചാരുചരിതേ. അതായത് വിധൂയ ക്ലേശാൻ മേ ചരണയുഗ്മം. ചരണയുഗ്മം എന്ന് വെച്ചാൽ രണ്ട് യുഗ്മം, രണ്ട് പാദങ്ങളും. ഭവക്ഷേത്രപ്രാപ്തോ കരന്തേ പൂജനവിധോ അബീജ. ഒരുമിച്ചാണ്. രോഗങ്ങൾ മാറ്റി എൻ്റെ രണ്ട് കാലിനും നെന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും, വാതരോഗം മൂലം ഇപ്പം തീരെ നടക്കാൻ പറ്റാതെ കണ്ടാണ് ഭക്തകവി കഴിച്ചു വിടണേ. കാലിനാണ് അപ്പടിയും വിഷമം. അതുകൊണ്ട് അങ്ങ് എൻ്റെ കാലുകളെ സുഖപ്പെടുത്തി എനിക്ക് നെന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും, പൂജനവിധോ അബീജ, കയ്യിന് നെന്തിരുവടിയുടെ പൂജകൾ ചെയ്യാനും. വാതരോഗത്തിൻ്റെ ആധിക്യം കൊണ്ട് കയ്യൊന്നും വേണ്ടോണം അങ്ങടെ ആവണില്ല, വഴങ്ങണില്ല. അപ്പം എൻ്റെ കൈകാലുകൾക്ക് സ്വതന്ത്രമായ ഒരു ചലനശേഷി ഭക്തി മൂലം അങ്ങ് എനിക്ക് നൽകണേ. നയനം ഭവന്മൂർത്തിയാലോകെ. കണ്ണിനാണെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് കൊണ്ട് ഇത്തിരി മങ്ങലും കാര്യങ്ങളും ഒക്കെ, ഇത്തിരി വെള്ളം വരലൊക്കെ ഉണ്ട്, എന്ന് മങ്ങി പോവാണ്. അതെല്ലാം മാറി എനിക്ക് അങ്ങയുടെ ആ തിരുവുടൽ കാണാനായിട്ടുള്ളൊരു ഭാഗ്യവും കൂടി ഉണ്ടാവണം. അഥ ഘ്രാണം തേ പാദ തുളസി പരിഘ്രാണ. പിന്നെയോ മൂക്കിന് എനിക്ക് മണമൊന്നും തിരിച്ചറിയാൻ പറ്റണില്ല. എൻ്റെ രോഗത്തിൻ്റെ ആധിക്യം കൊണ്ട് മണമൊന്നും അങ്ങോട്ട് ശരിക്കും എനിക്ക് നാസാരന്ധ്രങ്ങളിലൂടെ എത്തണില്ല. അങ്ങയുടെ പാദങ്ങളിലെ ആ തുളസിയിലയുടെ മണം എനിക്ക് വേണ്ട വിധത്തിൽ എൻ്റെ നാസാരന്ധ്രങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കണേ എൻ്റെ ഗുരുവായൂരപ്പ ഭഗവാനെ. ശ്രവണം തേ ചാരുചരിതേ അഭി. അങ്ങയുടെ എൻ്റെ കാതുകൾക്ക് ഇപ്പം ഇത്തിരി കേൾവി കുറവൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി എനിക്ക് നല്ലോണം അവിടുത്തെ ചരിതം, അവിടുത്തെ കഥകൾ, ഭഗവത് നാമങ്ങൾ, കീർത്തനങ്ങൾ എല്ലാം കേൾക്കാറാക്കി തരണേ. ധൃതരസം കുരു.
ഇതിനെല്ലാത്തിനും ഒരു വേഗത വേണം കേട്ടോ. എനിക്ക് ഒരുപാട് കാത്തിരിക്കാനൊന്നും വയ്യ. ഒന്ന് വേഗത്തിൽ ധൃതരസം കുരു, ഉത്സാഹം ഉണ്ടാക്കി തരണേ. എനിക്ക് കഥ കേൾക്കാൻ ഉത്സാഹം ഉണ്ടാവണേ, നാമം ജപിക്കാൻ ഉത്സാഹം ഉണ്ടാവണേ, കീർത്തനം പാടാൻ ഉത്സാഹം ഉണ്ടാകണേ, എനിക്ക് അവിടുത്തെ തിരൂടൽ കാണാൻ പറ്റണേ. ഇതൊക്കെയാണ് കാല് കയ്യ് എന്ന കർമ്മേന്ദ്രിയങ്ങൾക്ക്, കണ്ണ് കാത് മൂക്ക് എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാന്റെ നേരെ താല്പര്യം ജനിക്കണം. നല്ലതൊക്കെ കാണാനും നല്ലതൊക്കെ കേൾക്കാനും നല്ല സുഗന്ധങ്ങൾ അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവണേ. കഥാകഥനത്തിൽ ഭഗവാന്റെ കഥ പറയുന്നതിൽ എനിക്ക് താല്പര്യം ഉണ്ടാകണേ. കഥയന്തോ ഗുണകഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കഥകൾ എനിക്ക് പറയാനായിട്ട് വീണ്ടും വീണ്ടും പറയാനും കേൾക്കാനും ഒക്കെ സാധിക്കണേ എന്നാണ് പറയുന്നത്. അന്ധകരണത്തിൽ നമുക്ക് ഭഗവാന്റെ ആ സച്ചിദാനന്ദ രൂപം തന്നെയാണ് തെളിഞ്ഞ് വരുന്നത്. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് വായിക്കാം, ശ്രദ്ധിച്ചോളൂ. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗം ധൃതരസം ഭഗവൽ ക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിധോ ഭവന്മൂർത്തിയാലോകേ നയന വദതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിതേ ചാരുചരിതേ. അവിടുത്തെ ഗുണഗണങ്ങൾ കേൾക്കാനും പാടാനും അറിയാനും പാദതുളസിയുടെ സുഗന്ധം അനുഭവിക്കാനും എല്ലാം എനിക്ക് സാധിക്കണേ എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ക്ഷേത്രാങ്കണത്തിലെത്തിടാൻ പാദങ്ങൾക്കു ശക്തിയേകൂ. ക്ഷേത്രാങ്കണത്തിലെത്തിടാൻ പാദങ്ങൾക്ക് ശക്തിയേകൂ. ഭഗവാനെ, എനിക്ക് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ മുറ്റത്ത് മതിൽക്കകത്തൊന്ന് വരാൻ എൻ്റെ കാലുകൾക്ക് ശക്തി തരൂ. പൂജ ചെയ്യാൻ കൈകളെയും ശക്തമാക്കണേ. അവിടുത്തെ പൂജ ചെയ്യാനായിട്ട് എൻ്റെ കൈകൾക്ക് ഒരു ബലവും ശക്തിയൊക്കെ തരണേ. രൂപം കാണാൻ കണ്ണുകളും ഗന്ധത്തിനായി നാസികയും. ഭഗവാന്റെ ആ തിരൂടൽ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് ശക്തി തരൂ. അവിടുത്തെ പാദതുളസിയുടെ ആ സുഗന്ധമേൽക്കാൻ എൻ്റെ നാസാരന്ധ്രങ്ങൾക്കും ശക്തി തരൂ. കഥകളെ കേൾക്കാൻ കാതും ശക്തമാക്കണേ. കഥകളെ കേൾക്കാനും എനിക്ക് ധാരാളമായിട്ട് കാതുകൾക്കും നല്ലതുപോലെ ശക്തി തരും. എന്താണപ്പോൾ പറയുന്നത്? ക്ഷേത്രാങ്കണത്തിലെത്തിടാൻ പാദങ്ങൾക്കു ശക്തി നൽകൂ. പൂജ ചെയ്യാൻ കൈകളെയും ശക്തമാക്കണേ. രൂപം കാണാൻ കണ്ണുകളും ഗന്ധത്തിനായി നാസികയും. കഥകളെ കേൾക്കാൻ കാതും ശക്തമാക്കണേ. ഇങ്ങനെ എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമെല്ലാം ഉണർത്തു. അവ കൂടുതൽ പ്രവർത്തന ഉത്സാഹമാകട്ടെ. എനിക്ക് ഭഗവാനെ കൂടുതൽ അറിയാൻ പറ്റട്ടെ എന്നാണ് പറയുന്നത്. ഇന്ന് ഈ 3 ശ്ലോകങ്ങളിൽ നിർത്തുകയാണ്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു കേട്ടോ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.